നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മളെ പുഷ് ചെയ്യുന്ന പല സംഭവങ്ങളുണ്ടാകും. നമ്മളെ ഒന്ന് ഡൗൺ ആകുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ മുമ്പോട്ട് ഓടാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഉണ്ടാകും. അതെന്താണ്? അത് നമ്മുടെ ലക്ഷ്യം തന്നെയാണ്. എൻ്റെ ലക്ഷ്യം തന്നെയാണ് നമുക്ക് പ്രചോദനമായിട്ട് മുന്നിലുള്ളത്. അതിങ്ങനെ മുന്നിലിങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തുലാസിനകത്ത് ഫാമിലിയും ഫ്രണ്ട്സിനെയും വെച്ചാൽ ഏതായിരിക്കും തൂക്കം കൂടുതൽ? തൂക്കം ഒന്നും അളക്കാൻ പറ്റില്ല. എങ്കിലും എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ആളാണ് ഞാൻ. കാര്യം ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും സുഹൃത്തുക്കളാണ് എന്നെ ഒരുപാട് സഹായിച്ചുള്ളൂ. ഇപ്പോഴും സുഹൃത്തുക്കൾ തന്നെയാണ് സഹായിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ പ്രൊഫഷണലാണെങ്കിലും ഒക്കെ ഒരുപാട് സൗഹൃദങ്ങളാണ് നമ്മളെ നിലനിർത്തുന്നതും നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ. എനിക്ക് എൻ്റെ സൗഹൃദങ്ങൾ എല്ലാം ഈ പറഞ്ഞ 25 വർഷത്തെയോ 15 വർഷത്തേക്ക് പഴക്കമുള്ള സൗഹൃദങ്ങളാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. അവർ തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെയും സുഹൃത്തുക്കൾ. അപ്പോൾ അവർ ഒപ്പം ഉണ്ട് ഇപ്പോഴും. താങ്ങി നിർത്തുന്ന സൗഹൃദങ്ങൾ തന്നെയാണ് നമ്മുടെ കൂടെ തന്നെ ഉള്ളത്. ഈ ഒരു 25 വർഷത്തെ യാത്ര നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ചെയ്ത വർക്കുകളെയും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബന്ധങ്ങളാണോ ബിൽഡ് ചെയ്തത് അതോ വർക്കാണോ കൂടുതൽ ചെയ്തത്? ബന്ധങ്ങളാണ് കൂടുതലുണ്ടാക്കിയത്. ആ ബന്ധങ്ങളാണ് ഇപ്പോഴും മുമ്പോട്ട്? തീർച്ചയായും ആ ബന്ധങ്ങളിലൂടെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇനിയൊരു മുമ്പോട്ടുള്ളൊരു യാത്ര ഇനി വലിയ ഇപ്പോഴും തൃപ്തിയായില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി അടുത്തൊരു മൈൽ സ്റ്റോൺ എന്താണ്? നമ്മൾ സിനിമ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരെയും പോലെ തന്നെയുള്ള നമ്മുടെ ലക്ഷ്യം. എൻ്റെയും ലക്ഷ്യം അത് തന്നെയാണ് ഒന്നുകൂടെ. പക്ഷേ അതിന് കുറച്ചുകൂടെ സമയമെടുക്കുമെന്ന് തോന്നുന്നു. കാര്യം ഞാൻ ഇടയ്ക്കൊരു സിനിമ ഏകദേശം ധാരണയായതായിരുന്നു. ഒരു പ്രശസ്തനായിട്ടുള്ള തന്നെ നല്ലൊരു ആർട്ടിസ്റ്റൊക്കെ തന്നെ ഡേറ്റൊക്കെ കിട്ടിയതാണ്. പക്ഷേ അതിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യത്തെ ചർച്ചയിൽ നിന്ന് ഒരുപാട് മാറി ആദ്യം റൈറ്റേഴ്സ് വന്നപ്പോഴത്തേക്ക് വേറെ റൈറ്റേഴ്സും അപ്പം പുറത്തുനിന്നുള്ളൊരു ഹിറ്റ് സിനിമയൊക്കെ എഴുതിയ റൈറ്ററായിരുന്നു നമ്മളന്ന് വെച്ചത്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് മാറിപ്പോയി. ഞാൻ ഉദ്ദേശിച്ച കഥയിൽ നിന്ന് ഒരുപാട് മാറിപ്പോയി പിന്നീട് അത് വേറെ സ്റ്റോറിയായി മാറുകയും പിന്നെ എനിക്കത് ചെയ്യാൻ പറ്റാതായി പോവുകയും ചെയ്തു. നിയർ ഫ്യൂച്ചറിൽ തീർച്ചയായും എനിക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമ ചെയ്യണം തന്നെയാണ്. അതിന് സമയം എടുക്കട്ടെ, അത് കുഴപ്പമില്ല. അതെന്തായാലും സംഭവിക്കും. അത് ആ സമയം വരെ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. സാർ ചെയ്തതിൽ ഇത്രയും സീരിയലുകൾ ചെയ്തല്ലോ, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് ലിസ്റ്റ് ടോപ്പ് 1 നിൽക്കുന്ന ഏതായിരിക്കും? അളിയൻ തന്നെയായിരിക്കും. അളിയന്മാരുടെ കഥ തന്നെയാണ് അത് നിൽക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ എല്ലാം നേടിത്തന്നത് ആ ഒരു സീരിയലല്ലേ നമ്മുടെ. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ആ കൂടുതൽ ഇഷ്ടം അതിനോട് തന്നെ ആയിരിക്കും. അതിനകത്ത് എപ്പോഴെങ്കിലും സ്വന്തം ലൈഫിൽ ഞാൻ നേരിട്ട് അനുഭവിച്ചത് അങ്ങനെ എലിമെൻറ്റ്സ് കയറി വന്നു പോയിട്ടുണ്ട്? തീർച്ചയായും കുറേ കഥകൾ അങ്ങനെ തന്നെ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിലും അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും ടെക്നീഷ്യൻ വരെ ആർട്ടിസ്റ്റിൻ്റെയും ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് പോകുന്നത്. അതിങ്ങനൊരു സംഭവം പിടിച്ചാലോ എനിക്കിങ്ങനെ പറ്റിയിട്ടുണ്ടെന്ന് പറയുന്ന പോലെ എൻ്റെ ജീവിതത്തിലൊക്കെ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. എത്രാമത്തെ എപ്പിസോഡ് കണ്ടാൽ കാണാം? അല്ല, അതൊന്നും പറയാൻ പറ്റത്തില്ല. അത് നല്ല കുറേ സംഭവങ്ങൾ എല്ലാവരും അതിനകത്ത് ചെയ്യുന്നുണ്ട്. എല്ലാവരും അതിനകത്ത് നല്ല രീതിയിൽ. ഇപ്പം വൈകിട്ട് 7 മണി തൊട്ട് രാത്രി 10:30 വരെ പോകുന്ന സീരിയലുകൾ, അതിനകത്ത് ടെലിവിഷൻ റേറ്റിംഗ് ഉള്ള സീരിയലുകളുണ്ട്, റേറ്റിംഗ് ഇല്ലാത്ത സീരിയലുണ്ട്. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഒരു ബേസിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ നേരത്തെ 2 കാറ്റഗറി ആയിട്ട്, അതായത് ഒരു നോർമൽ സീരിയലും കോമഡി സീരിയലുമായിട്ട് തിരിച്ചാൽ, ഈ കോമഡി സീരിയലുകൾ മറ്റ് സീരിയലുകളോട് എപ്പോഴെങ്കിലും മത്സരിക്കുന്ന തരത്തിൽ അങ്ങനെ വരാറുണ്ടോ? ഇല്ല, വരാറില്ല. രണ്ടും 2 പ്രേക്ഷകരുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് കോമഡി സീരിയൽ കാണുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ വേറെയും മറ്റ് സീരിയൽ അത് കാണുന്നവരാരും ഇതിലേക്ക് വന്ന് കാണത്തില്ല. ഇതെപ്പോഴെങ്കിലും കാണാമെന്ന് ചിന്തിക്കത്തേ ഉള്ളൂ. കാര്യം അത്രയും ജിജ്ഞാസയുടെ മുൾമുനയിലാണല്ലോ ആ സീരിയൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഉറപ്പായിട്ടും അതേ കാണുള്ളൂ. അത് കണ്ടിട്ട് പിറ്റേന്ന് റിപ്പീറ്റ് ഉണ്ടെങ്കിലേ ഇത് കാണുള്ളൂ. ഇത് പിന്നെ എപ്പോഴെങ്കിലും കണ്ടാലും മതിയല്ലോ, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ലല്ലോ. അത് അങ്ങനെ ഒരു മത്സരമായിട്ട് വരത്തില്ല. അതേ മറ്റ് പരമ്പരകളെ സോഷ്യൽ സബ്ജക്റ്റുകളെ ജയിക്കുകയുള്ളൂ മത്സരം വന്നാലും. പക്ഷേ എപ്പോഴും സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും പൊതുവേ വരുന്നൊരു ചർച്ച പല ഇങ്ങനെയുള്ള, അതായത് ഈ പറയുമ്പോൾ നോർമൽ സീരിയലുകളുടെ പല തീവ്രമായിട്ടുള്ള സീനുകളും അല്ലെങ്കിൽ പല ഡയലോഗുകളും സോഷ്യൽ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പം അതിനെ എപ്പോഴെങ്കിലും അഡ്വാൻറ്റേജ് ആയിട്ട് ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ പറഞ്ഞിട്ടാരും നന്നാവത്തുമില്ല.
നമ്മൾ പറഞ്ഞിട്ടാരും മോശമാകത്തുമില്ല. ഇല്ല. നന്നാവുന്ന ആരെങ്കിലും ഇത് കണ്ട് നന്നാവുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഇത് പറഞ്ഞ് ഇത് കാണിച്ചു കഴിഞ്ഞാൽ അത് മോശമാവും അല്ലെങ്കിൽ ഒരുപാട് സ്വാധീനിക്കും എന്നൊന്നും അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ മാത്രം കാഴ്ചപ്പാടായിരിക്കാം, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് എത്രയോ പേര് നന്നാവേണ്ട സമയം കഴിഞ്ഞ്. സാറിൻ്റെ ചിരിന് മാത്രം കണ്ടത് നന്നായല്ലേ പറയാം. സാർ, മലയാളികളുടെ ഒരു ആസ്വാദന നിലവാരത്തിന് പല മാനദണ്ഡങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് മലയാളം ചിരിപ്പിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പം സിറ്റ്കോമുകൾ എഴുതുമ്പം അതിനകത്ത് ഈ പറയുന്ന പോലുള്ള എലിമെൻറ്റുകൾ കൊണ്ടുവരാനും അതിനകത്തൊരു ഹ്യൂമർ എലിമെൻ്റ് ഉണ്ട് എന്ന് നമുക്ക് അഷ്വർ ചെയ്യാനും കുറച്ച് പാടായിരിക്കും. അപ്പം അത് എത്രത്തോളം കെയർഫുള്ളായിട്ടാണ് ആ ഒരു ഏരിയയൊക്കെ കൈകാര്യം ചെയ്യുന്നത്? അത് ഈ പറഞ്ഞതുപോലെ കുറച്ച് റിസ്ക്കുള്ള ഏരിയയാണ്. ഹ്യൂമർ ഏരിയ തന്നെ കുറച്ച് റിസ്ക്കാണ്. പിന്നെ എനിക്ക് തോന്നുന്നു മലയാളികളാണെങ്കിലും ആരായാലും പ്രേക്ഷകരുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളൊക്കെ നമ്മൾ കുറച്ച് നർമ്മത്തിലൂടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ ഒരുപാട് പൊട്ടിച്ചിരിപ്പിക്കാനൊന്നും ഇപ്പോൾ പറ്റത്തില്ല. അങ്ങനെയുള്ള ഹ്യൂമർ ഇനി അത് എങ്ങനെയാണെന്നുള്ളത് ഇനിയും മനസ്സിലാവുന്നുമില്ല. അപ്പോൾ ഈ ഒരുപാട് തലതല്ലി ചിരിപ്പിക്കാനൊന്നും ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ചെറിയ ചിരിയിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ, പിന്നെ നല്ല ടൈമിംഗ് ഉള്ള ആർട്ടിസ്റ്റുകളും പിന്നെ അതിനകത്ത് നല്ല കണ്ടൻറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു വിധത്തിലൊന്ന് ചിരിപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഇപ്പം സാർ തുടങ്ങുന്ന 25 വർഷം മുമ്പേ അല്ലെങ്കിൽ 25 വർഷം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പീരീഡ് നോക്കുമ്പോഴാണെങ്കിലും അതിന് ഇടയ്ക്ക് ഏകദേശം ഒരു 2-3 തലമുറ ഇങ്ങനെ കടന്നുപോയി. ഇപ്പോൾ ജെൻസിയുടെ കാലഘട്ടമാണ്. ആൽഫയൊക്കെ കഴിഞ്ഞ് ജെൻസിയിലെത്തിയിരിക്കാൻ. അപ്പം ഈ ന്യൂ ജെന്നിന് വേണ്ടി എന്തൊക്കെ കണ്ടെങ്കിൽ പ്ലാനിലുണ്ടോ? ഉണ്ട്. ഇപ്പോൾ അത് ടോം ആൻഡ് ജെസ്സി എന്ന് പറഞ്ഞൊരു തൊട്ട് മുമ്പ് തന്നെ ലേഡീസ് റൂം എന്ന് പറഞ്ഞൊരു സീരീസ് പോയെന്നുണ്ടായിരുന്നു. അതും അപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന് വേണ്ടി ഉള്ളവരെ വെച്ചിട്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ടോം ആൻഡ് ജെസ്സി എന്ന് പറഞ്ഞ് പുതിയൊരു സീരീസ് പോകുന്നുണ്ട്. അതും ഹ്യൂമർ തന്നെയാണ്, സിറ്റ്കോം പ്ലോട്ടിലുള്ളതാണ്. അപ്പോൾ അത് കുഴപ്പമില്ലാതെ അത് ആ പ്രേക്ഷകർക്ക് തന്നെയാണ്. ഇതിനകത്ത് രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അളിയൻസ് കാണുന്നവരല്ല ഈ ടോം ആൻഡ് ജെസ്സി കാണുന്നത്. ടോം ആൻഡ് ജെസ്സി കാണുന്നവരല്ല അളിയൻസ് കാണുന്നത് എന്നുള്ളതാണ്. അതിപ്പോൾ അത് തന്നെയാണ് തലമുറയുടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ അഭിനയിക്കുന്ന ആൾക്കാരെ 1000 എപ്പിസോഡ് പോയ അളിയൻസിലെ 1-2 പേര് നമ്മൾ ഈ ടോം ആൻഡ് ജെസ്സിയിൽ വന്ന് അഭിനയിക്കുമ്പോൾ കമൻറ്റിൽ ചോദിക്കുന്നത് ഇതാരാണ്, പുതിയ ആൾക്കാരാണോ എന്നാണ് ചോദിക്കുന്നത്. ഇതേ അവസ്ഥ തന്നെ അവിടെയും സംഭവിക്കും. അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അളിയൻസിലേക്ക് നമ്മൾ വേറെ ഇവരൊക്കെ ആരാണ്, ഇവരെന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് ചോദിക്കും. അവർക്കൊക്കെ എല്ലാവർക്കും ഓഡിയൻസ് ഉള്ള ആൾക്കാരാണ്. ആ തലത്തിൽ അവർക്കും ആ തലമുറയുടെ ആൾക്കാർ അവർക്കും ഓഡിയൻസ് ഉണ്ട്. ഇവർക്കും മില്യൺ ഫോളോവേഴ്സ് ഉള്ളവരാണ് ഇപ്പുറത്തുള്ളവർ. പരസ്പരം മനസ്സിലാവുന്ന പോലുമില്ല ഇവരാരാണ്, ഇവരെന്തിന് ഇവിടെ വന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് പ്രേക്ഷകർക്ക് തന്നെ ആ വ്യത്യാസമുണ്ട് ഓരോ രീതിയിലും. ഈ ഇതുവരെ സീരിയലിലേക്ക് കടന്നു വരാത്തൊരു പുതിയ ടെക്നോളജി ഇപ്പം ന്യൂസിലൊക്കെ വരെ വളരെ കാര്യമായി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എപ്പോഴാണ് സീരിയൽ മേഖലയിലേക്ക് അല്ലെങ്കിൽ സാറിൻ്റെ പ്രോജക്റ്റുകളിലേക്ക് കടന്നു വരുന്നത്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്നത് തന്നെ ഫൈനലി എങ്ങനെ വരും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അതിങ്ങനെ ഡെയിലി വളർന്നുകൊണ്ടിരിക്കണം. എയുടെ ഓരോരോ ദിവസം കഴിയുന്നതോറും നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പം കുറേ നല്ല വ്യത്യാസം വരുന്നുണ്ട്. എങ്കിലും അത് എങ്ങനെ ഫൈനലി ഒരു പൂർണ്ണമായിട്ടത് എങ്ങനെ വരും എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇനിയിപ്പോൾ അതും വരുമായിരിക്കാം. ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഒരു ഏറ്റവും ഇത് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്നൊരു സാധനം അതെന്തായിരിക്കും? ഡയറക്ഷൻ ജോലി തന്നെ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ജോലി ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം. എനിക്കതിൽ പരം ആനന്ദം ഒന്നുമില്ല. അതെ, നമ്മൾ ആ ജോലി ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇനിയുള്ളൊരു ഒരു മുമ്പോട്ടുള്ള യാത്രയിൽ ഇപ്പം സിനിമ പറഞ്ഞു, ഇനി സീരിയലുകളുടെ എണ്ണം കൂടുമോ? എണ്ണം കൂടട്ടെ, അതല്ലേ എണ്ണം കൂടുമ്പോൾ സന്തോഷമല്ലേ നമുക്ക്. പുതിയ പ്രോജക്റ്റിൻ്റെ ലൈനപ്പിലുണ്ടോ? ഉണ്ട് 1-2 പ്രോജക്റ്റുകൾ ഇങ്ങനെ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ടൈമിങ്ങിൻ്റെയും ബാക്കി സ്ലോട്ടൊക്കെ ഒഴിവാകുന്ന സമയത്ത് പല ചാനലിലും അതിനുവേണ്ടി ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഏകദേശം ധാരണയായിട്ടൊക്കെ ഇരിക്കുകയാണ്. അത് സംഭവിക്കട്ടെ. അതിങ്ങനെ ഇപ്പോൾ ഇത് ജോലിയാണ് ആനന്ദം, ജോലിയാണ് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന. യാത്രകൾ പോകാറുണ്ടോ? വളരെ കുറവാണ്. നേരത്തെയും കുറവാണ്, ഇപ്പോഴും വളരെ കുറവാണ്. അപ്പം അങ്ങനെ പോകാൻ ആഗ്രഹിക്കണം. എവിടെയായിരിക്കും പോകാൻ ഇഷ്ടം? ഇന്നടത്തൊക്കെ പോയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഇല്ല. ഇത് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ഇന്നടുത്തൊന്ന് പോകണം, അല്ല ആ സ്ഥലത്തൊന്ന് പോയിരുന്നാൽ കൊള്ളാം, എനിക്ക് അങ്ങനെയൊന്നും ഒരു ആഗ്രഹം ഇതുവരെ വന്നിട്ടില്ലെന്നുള്ളതാണ്. ഇല്ല സാർ. ഇപ്പം കാലങ്ങളായിട്ട് നിലനിൽക്കുന്നു വരുന്ന 2 ഇൻഡസ്ട്രികളാണ്, മിനി സ്ക്രീൻ ആണെങ്കിലും മെഗാ സ്ക്രീൻ ആണെങ്കിലും. അപ്പോൾ ഈ മെഗാ സ്ക്രീനിൽ നിന്ന് നോക്കുമ്പോൾ ഈ
സീരിയലുകളോടൊരു വേർതിരിവ് അല്ലെങ്കിൽ ഒരു 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 താഴ്ത്തിക്കെട്ടൽ അങ്ങനെയുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഈ സീരിയലിൽ നിന്ന് എത്രയോ പേര് സിനിമ ഡയറക്റ്റ് ചെയ്യും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സീരിയൽ എന്ന് പറയുന്നത് ഒരു വലിയ മേഖലയാണ്, വലിയൊരു ഇൻഡസ്ട്രിയാണ്. ഒരുപാട് പേര് ജോലി ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഒരു ചാനലിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് അനുസരിച്ച് പ്രൊഡ്യൂസറിന് നഷ്ടമില്ലാതെ സീരിയൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കാശ് മുടക്കുന്ന ആൾക്ക് നഷ്ടം വരാൻ പാടില്ല. അതിനുവേണ്ടി ഒരു 40 പേര് 50 പേര് ഒരു ലൊക്കേഷനിൽ തന്നെ ജോലി ചെയ്യുന്നത്. അതുപോലെ എത്ര സീരിയൽ കിടക്കുന്നു, അപ്പോൾ എത്ര പേർക്ക് ജോലി കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ അതിനുവേണ്ടി നഷ്ടമില്ലാതാവുമ്പോൾ തന്നെ ചില ഡയറക്ടേഴ്സ് 26-30 സീനൊക്കെ ഒരു ദിവസം എടുക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. കാര്യം ഇത് ആ തരുന്ന ബഡ്ജറ്റിനകത്ത് തീരാൻ വേണ്ടിയിട്ട് 26-30 സീൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സിനിമയുടെ ഇൻ്റർവ്യൂവിൽ വരെയുള്ള പോർഷനായി. അപ്പോൾ അത്രയും ഡ്യൂറേഷൻ വരെ എടുത്ത് നടുവൊടിഞ്ഞ് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഡയറക്ടേഴ്സൊക്കെ എപ്പോഴും ഇൻഡസ്ട്രിയിലുണ്ട്. അല്ല, ഇതിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചാൽ ഞാനും നിരവധി ഓഡിഷൻസിന് പോയിട്ടുണ്ട്. അപ്പം ഞാനും അത്യാവശ്യം പല സീരിയലുകളിലായിട്ട് കാണിച്ച ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്താണ്, അതിന് അഭിനയിക്കാൻ ക്യാപ്പബിലിറ്റി ഉണ്ടെന്നുള്ളൊരിതിൻ്റെ പുറത്താണ്. അപ്പം ഞാനൊരു വലിയ സിനിമയുടെ ഒരു ഓഡിഷനോട് ചെന്നപ്പോഴേക്കും എന്താണ് എക്സ്പീരിയൻസ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട് സാർ, ഇതൊക്കെയാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞിട്ട്. സീരിയലല്ല സിനിമ എന്നെന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പറയാൻ അവരെ തോന്നിപ്പിക്കുന്ന ഒരു മാനദണ്ഡം എന്തായിരിക്കും എന്നാണ് സാർ വിചാരിക്കുന്നത്? അത് ചിലപ്പോൾ സീരിയൽ വളരെ ലാഘവത്തോടെ എടുക്കുന്ന ആയിരിക്കും എന്നൊക്കെയാണ് അതിന് മുമ്പ് പറഞ്ഞ മറുപടി അതാണ്. അങ്ങനെയൊക്കെ അവർക്ക് തോന്നുന്നത് കൊണ്ടായിരിക്കാം. അല്ല, ഇതിനകത്ത് ഈ അഭിനയത്തിൽ വരുന്നൊരു ഡിഫറൻസ് ഉണ്ടോ? അല്ലെങ്കിൽ ക്യാരക്ടർ കൺസീവ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ അതിനകത്ത് ആ ഒരു കൺസീവ് ചെയ്ത ക്യാരക്ടറിനെ ഡെലിവറി ചെയ്യുന്നതിലൊക്കെ അത് വ്യത്യാസമുണ്ട്. അത് ഓരോ മേഖലയ്ക്കും ഇല്ലേ. അത് ഓരോ മേഖല നാടകം ചെയ്യുന്ന പോലെയാണോ സീരിയൽ ചെയ്യുന്നത്? സീരിയൽ ചെയ്യുന്ന പോലെ അല്ലല്ലോ സിനിമ ചെയ്യുന്നത്. അത് അതിൻ്റെ ഒരു ഓഡിയൻസ് എങ്ങനെയാണ് അത് ആൾക്കാരിലേക്ക് എത്തുന്ന ഇതുപോലെയാണ്. നാടകത്തിൽ അത്രയും ഡിസ്റ്റൻസിലിരിക്കുന്ന ഒരാളിന് മനസ്സിലാവണമെങ്കിൽ കുറച്ച് ഇത് ഓവറായിട്ട് ചെയ്തേ പറ്റൂ. ടി വിയിൽ അത്രയും ചെയ്യേണ്ട കാര്യമില്ല. എങ്കിലും അടുക്കള നിൽക്കുന്ന ഒരാൾക്ക് സൗണ്ട് കേട്ടാലും കഥ മനസ്സിലാവുന്ന രീതിയിൽ വേണം സീരിയൽ ചെയ്യാനായിട്ട്. പക്ഷേ സിനിമയെ സംബന്ധിച്ച് നമ്മൾ പൂർണ്ണമായിട്ട് തിയേറ്ററിൽ ഇരിക്കുന്ന ഒരാൾ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മളിലേക്ക് തന്നെയാണ് കഥാപാത്രം നിൽക്കുന്നത്. അവിടെ അത്രയും ഓവറായിട്ട് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അത് ഓരോ എന്താ പറയുന്നത് ഓരോ മേഖലയ്ക്കനുസരിച്ചുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. മെഗാ സ്ക്രീനിൽ വരുന്ന താരങ്ങളെ എപ്പോഴും ഒരു കളർഫുൾ ലോകത്ത് ജീവിക്കുന്ന കുറേ ആൾക്കാരായിട്ടും മിനി സ്ക്രീനിൽ വരുന്ന ആൾക്കാരെ പലപ്പോഴും അവരുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെയാണ് ഓഡിയൻസ് കാണുന്നത് എന്നങ്ങനെ തോന്നാറുണ്ട്. അതുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ എന്നും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. സീരിയലിലുള്ള ആൾക്കാർ നമ്മുടേതായ വീട്ടിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും അല്ലെ അങ്ങനെ എന്നും എല്ലാ ദിവസവും ഇവരെ കാണുമ്പോൾ അവരുമായിട്ട് കഥാപാത്രം സീരിയലിലുള്ള ആൾക്കാർക്ക് ഇവരോട് പ്രേക്ഷകർക്ക് ഉറപ്പായിട്ടും കുറച്ചുകൂടെ അടുപ്പം തോന്നും. ഇപ്പോൾ ഈ ഇത്രയും വർഷത്തെ ഒരു യാത്രയുടെ ഇത് പറയുമ്പോൾ പലപ്പോഴും പിന്നണിയിൽ നിൽക്കുന്ന ആളാണ് ഡയറക്ടർ ലാസ്റ്റിൽ പേര് എഴുതി ഡയറക്ഷൻ രാജേഷ് തലച്ചിറ എന്ന് എഴുതി കാണും. അപ്പം എത്ര സുപരിചിതമാണ് സാറിൻ്റെ മുഖം? അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇപ്പോൾ മോളിലോ അല്ലെങ്കിൽ ഒരു ഗ്യാതറിങ്ങിലോ ഒക്കെ പോകുമ്പോൾ അതാ രാജേഷ് തലച്ചിറ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു ഫാൻ മൊമെൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്? അങ്ങനെ 1-2 സംഭവങ്ങൾ ഒഴിച്ച് അല്ലാതെ സംഭവിച്ചിട്ടൊന്നുമില്ല. അത് അളിയൻ വേഴ്സസ് അളിയൻ എന്ന് പറഞ്ഞ സീരിയൽ നടക്കുന്ന സമയത്ത് ഈ അതിൻ്റെ BTS കാണിക്കുമല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ കണ്ട് പരിചയം വെച്ചിട്ട് വരുന്നേ ഉള്ളൂ. അല്ലാതെ തിരിച്ചറിയാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇപ്പം ഇത്രയും സീരിയലുകൾ കയ്യിലിരിക്കുന്നത് ഞാനും കൂടെ ഒന്ന് അഭിനയിച്ചേക്കാം എന്നെപ്പോഴും തോന്നിയോ? അല്ല, അത് വലിയ പണിയാണ്. അത് നമ്മൾക്ക് പറ്റുന്ന പരിപാടിയല്ല എന്നുള്ള കാര്യം. അത് വേറെ തരം കഴിവാണ്. അതൊരു ഈ പറഞ്ഞതുപോലെ എന്നാലും ഉള്ളിലൊരു ഇല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, ഇതുവരെ തോന്നിയിട്ടില്ല. അത് തോന്നിക്കൂടായില്ല എന്നുള്ളതല്ല. നോക്കാം, എന്താണ് നമ്മൾ വിചാരിച്ചിരിക്കുന്ന പോലെയല്ലോ കാര്യങ്ങൾ പോകുന്നത്. ഒരു എല്ലാവർക്കും ഒരു 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 കീ ഓഫ് സക്സസ് കാണും. എൻ്റെ ഒരു റൂട്ട് ഇതാണ്, അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ റൂൾസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു പാറ്റേൺ ഇതാണ്. രാജേഷ് തലച്ചിറ എന്ന് പറയുന്ന ഈ പറഞ്ഞ പോലെ ഇത്രയും സീരിയലുകളെ ഇപ്പോൾ ഒരേ സമയത്ത് 3 സീരിയലുകളെ ഹാൻഡിൽ ചെയ്ത് പോകുന്ന ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഹെക്റ്റിക് ആയിട്ടുള്ള വർക്കാണ് ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഫോളോ ചെയ്യുന്ന ഒരു കീ ഓഫ് സക്സസ് എന്തായിരിക്കും? ആ ഒരു കീ മന്ത്ര എന്താണ്? ക്ഷമ തന്നെയാണ്. അത് ഞാൻ എൻ്റേതായ ഒരു രീതിയിലും ഉള്ള ഈ പ്രോജക്റ്റിൻ്റെമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാരുടെ മുകളിലേക്കും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുടെ മുകളിലേക്കും ഒന്നും നമ്മൾ പ്രഷർ കൊടുക്കാറില്ല. അവരെ പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ പെർഫോമൻസ് നന്നാവാൻ വേണ്ടി ഞാൻ ശരിക്കും വഴക്കോലും പറയാറില്ല. ചെയ്ത് ശരിയാവും, നിങ്ങൾ എന്തായാലും ഇന്ന് പറഞ്ഞിട്ടേ ഞാൻ വിടുകയുള്ളൂ, ഇവിടുന്ന് ശരിയാക്കിയിട്ടേ ഞാൻ വിടുകയുള്ളൂ, നിങ്ങൾ
തെറ്റിച്ചാൽ തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെ നമ്മളെടുക്കുന്നത്. നമ്മൾ ഈ വഴക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ നിന്ന് പോകും, സംഭവം പോയിട്ട് നമ്മുടെ തന്നെ സമയമാണ് നഷ്ടപ്പെടുന്നത്. നമുക്ക് തന്നെ പിന്നെ മെനക്കേടായി തീരും പിന്നെ ഒരു ഡയലോഗ് പറയാൻ. അതുകൊണ്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറഞ്ഞ് പിന്നെ ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത്, ക്ഷമയൊക്കെ അത്യാവശ്യം വേണ്ടൊരു കാര്യമാണ്. അപ്പം ശത്രുക്കളുണ്ടോ? ശത്രുക്കളുണ്ടെന്ന് സൗമ്യനായി സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും ക്ഷമയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല. എന്നോട് ശത്രുത വെക്കേണ്ട കാര്യം ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇല്ല. കാര്യം ആരുടെയും മേഖലയിലേക്ക് ഞാൻ കയറി ചെല്ലാറുമില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി പോകുന്നുണ്ടും. അപ്പോൾ ആർക്കൊരു വെല്ലുവിളിയാവാനോ അല്ല ആരെയും ഒരു അടുത്ത പോയി ഒരു പ്രശ്നം ഉണ്ടാകാനോ ഞാൻ പോകുന്നില്ല. ശത്രുക്കളില്ലായിരിക്കും എന്നുള്ളതാണ് എൻ്റെ കാണില്ല. സാർ 3 സ്റ്റേറ്റ് അവാർഡ്, അതിന് പുറമെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, വേൾഡ് റെക്കോർഡ് യൂണിയൻ. അപ്പം ഇതിലോട്ടൊക്കെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതായത് ഇതൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ നേടും, അങ്ങനത്തെ ഒരു എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്. ഇത് വേൾഡ് റെക്കോർഡിൻ്റെ കാര്യമൊന്നും തോന്നിയിട്ടില്ല. സ്റ്റേറ്റ് അവാർഡ് ഓർണമെങ്കിലും മേടിക്കണമെന്ന് ജീവിതത്തിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാനത് പണ്ട് ഈ മേഖലയ്ക്ക് നടക്കുന്ന സമയത്ത് ഞാൻ വീട്ടിലെ അമ്മയോട് പറയുമായിരുന്നു, എന്തെങ്കിലും ഒരിക്കൽ ഞാനൊരു സ്റ്റേറ്റ് അവാർഡ് മേടിക്കും എന്ന് പറയുമായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒരു പൂ ആഗ്രഹിച്ച് ഒരു പൂക്കാലം കിട്ടുന്ന ഇപ്പോൾ 3 കിട്ടി. അത് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അപ്പോൾ അങ്ങനെ പോകുന്നത്. പിന്നെ ഇതൊന്നും വേൾഡ് റെക്കോർഡിൻ്റെ കാര്യമൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല, മനസ്സിൽ ചിന്തിച്ചിട്ട് പോലുമില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടുള്ളതല്ലാതെ ഇതിനെക്കുറിച്ചൊന്നും ഇല്ല. അതും ഏറ്റവും കൂടുതൽ സിറ്റ്കോംസ് ഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്ടർ എന്നുള്ള രീതിയിൽ ആണ് ഈ 3 റെക്കോർഡും കിട്ടി. സാർ, അപ്പം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഇത് നോട്ട് ചെയ്യുന്നു, ഗവൺമെൻറ്റ്സിൻ്റെ മുമ്പിൽ ഇത് ഇങ്ങനെയുള്ള അത് നോട്ടീസബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് സാർ ചെയ്യുന്നത് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പം ഇപ്പം സിനിമാ മേഖലയ്ക്ക് ചെയ്യുന്നത് പോലെ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആയിരിക്കാം ഇപ്പം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സീരിയൽ മേഖലയിലേക്ക് ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സാർ വിചാരിക്കുന്നത്? ഗവൺമെൻറ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സിനിമാ നയം രൂപീകരിക്കുന്ന ഒരു കോൺക്ലേവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചർച്ചയിൽ ഞാനും പങ്കെടുത്തിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ ടെലിവിഷനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ടെലിവിഷൻ മേഖലയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നയം രൂപീകരിക്കും എന്നൊക്കെയാണ് അവിടെ തീരുമാനം എടുത്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അന്ന് നമ്മുടെ ഈ ടെലിവിഷൻ അസോസിയേഷൻ്റെ സംഘടനകൾ 1-2 സംഘടനയുണ്ട്. അപ്പോൾ അതിലുള്ളവരൊക്കെ അതിനുവേണ്ടി സംസാരിക്കുകയും മിനിസ്റ്റർ അത് കേൾക്കുകയും അതിനെ നമുക്ക് ഇതാക്കാം എന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം രാഷ്ട്രീയമല്ല പറയുന്നത്, പക്ഷേ അതിനോട് അനുബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ആസ്വാദന മേഖലയിൽ ഇപ്പം ലൂസിഫർ പോലൊരു പടം വന്നു, അതിനുശേഷം L2 വന്നു. അപ്പം സർക്കാരിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും സിനിമയിലൂടെ ആളുകളെ സ്വാധീനിക്കുന്നു എന്നുള്ളൊരു ആംഗിളിലാണ് പലപ്പോഴും സിനിമയുടെ ആശയങ്ങളിൽ കത്രിക വയ്ക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സീരിയലുകളിലും ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഒരു ഇൻ്റർവെൻഷൻ ഇപ്പം മുമ്പൊക്കെ പല പ്രസ്താവനകളുണ്ടായിരുന്നു, സീരിയലുകളെ നിയന്ത്രിക്കണം, സെൻസർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു വന്നില്ല. പക്ഷെ അത് നടക്കുന്ന കാര്യമായിട്ട് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസം 30 ദിവസം പോകുന്ന സീരിയൽ നേരത്തേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ ആയിരുന്നു. ഇപ്പോൾ ശനി ഞായറും ഒക്കെ ആക്കിയിട്ടുണ്ട് ഈ സീരിയൽ. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്ത് തന്നെ കഴിയുന്നില്ല, ഷൂട്ടിങ് തന്നെ കഴിയുന്നില്ല. ഈ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വളരെ ഫാസ്റ്റായിട്ടാണ് ഇത് ചാനലിൽ എത്തിക്കുന്നത്. ഇപ്പോൾ ഇതിനിടയിൽ ഇനി ഒരു സെൻസറിങ്ങിന് സമയം കിട്ടുമോ എന്നുള്ള കാര്യം അറിഞ്ഞില്ല. അതൊന്നും എനിക്ക് തോന്നുന്നില്ല, സീരിയൽ അങ്ങനെ വർക്കാവുമെന്ന് തോന്നുന്നില്ല. അപ്പം ഈ സീരിയലുകളെ കടിഞ്ഞാടിടണം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു പ്രസ്താവനയുടെ ഒരു ചേതോവികാരം എന്തായിരിക്കും? പറയുന്നുണ്ട്, പക്ഷേ എങ്ങനെയാണ് കടിഞ്ഞാടിടേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഇതില്ല. പിന്നെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ അത് ഒഴിവാക്കുന്നുണ്ട്. ഇപ്പം മദ്യപിക്കുന്ന സീനാണെങ്കിലും അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന സീനുകളാണെങ്കിലും ഒക്കെ ഒഴിവാക്കി തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. അല്ലാതെ ഒരു കത്രിക വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക്, സെൻസർ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കൊന്നും സീരിയലിന് സമയം കിട്ടത്തുമില്ല, അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പം ഇപ്പം സീരിയൽ മേഖലയിലേക്ക് ഇപ്പം ഒരു ഗവൺമെൻറ് പോളിസി സപ്പോർട്ടീവായിട്ടുള്ള ഒരു പോളിസി വരികയാണ്, അത് എങ്ങനെ വരണം, അല്ലെങ്കിൽ എന്ത് പോളിസി വന്നാൽ നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിക്ക് ഒരു ഉന്നമനം അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നായിരിക്കും സാർ വിചാരിക്കുന്നത്? സിനിമ പോലെ തന്നെ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ് സീരിയലും. ഒരുപാട് ടെക്നീഷ്യൻസ് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണമുള്ള രീതിയിൽ ഒരുപാട് പ്രായമായിട്ടുള്ള ഒരുപാട് പേര് ഉണ്ട്. അവർക്കൊക്കെ ഈ പെൻഷനും കാര്യങ്ങളും ഒക്കെ ഉള്ള രീതിയിലേക്ക് ഇപ്പോൾ ചെയ്യുന്നുണ്ട്, ക്ഷേമനിധിയിൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ കുറച്ച് എമൗണ്ട് കൂടുതൽ കൊടുക്കുകയും അങ്ങനെ അതൊക്കെ കുറേ കാലം മുമ്പേ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു എമൗണ്ടാണ്. അത് കുറച്ച് ഒന്ന് മാറ്റം വരുത്തി കൊടുക്കുകയും പിന്നെ
ഈ ഒരു തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നയം വരുമ്പം എന്തായാലും ഗുണം ചെയ്യും. സാർ, ഈ സീരിയൽ മേഖലയിൽ തന്നെ ഡയറക്ടർ ആവണം എന്നുള്ള മോഹത്തോടു കൂടി AD ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലാതെ തന്നെ ആ സീരിയൽ കണ്ട് എനിക്ക് കൊള്ളാം, ഒരു സീരിയൽ എന്തെങ്കിലും എനിക്കും ഒരു ഡയറക്ടർ ആവണം, അല്ലെങ്കിൽ എനിക്കും എൻ്റെ ഒരു കഥ പറയണം എന്ന് തോന്നുന്നവരോട് സാറിൻ്റെ ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു സക്സസ് കീ എന്തായിരിക്കും അതിലേക്ക് വരാനുള്ളൊരു? പരിശ്രമിക്കുക, കഠിനമായിട്ട് പരിശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഈസി ആയിട്ട് വരാൻ പറ്റുന്നൊരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമകൾ കാണുക. നേരത്തെ പണ്ട് കാലങ്ങളിലുള്ള സിനിമകൾ കാണുക, അപ്പം പലതരത്തിലുള്ള പല ഡയറക്ടേഴ്സ് ചെയ്തിട്ടുള്ള സിനിമകൾ കാണുക. അപ്പോൾ സിനിമ കാണുമ്പോൾ തന്നെ അതിൽ നിന്ന് നമുക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കഥ പറയാൻ പഠിക്കുക. ഒരു നമ്മുടെ മനസ്സിലൊരു ആശയമുണ്ടെങ്കിൽ അത് പറയാൻ, അവതരിപ്പിക്കാൻ പഠിക്കുക. പിന്നെ നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്തുള്ള ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് നേരത്തെ പോലെ അല്ല, ഇവർക്ക് കുറച്ചുകൂടി ഈസിയാണ്. ഇപ്പോൾ ഒരു മൊബൈൽ ഉപയോഗിച്ചൊരു ഷോർട്ട് ഫിലിം ചെയ്യാനോ അവരെ കഴിവ് കാണിക്കാനൊക്കെ ഈസിയാണ്. ഞങ്ങളൊക്കെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ തന്നെ ഏറ്റവും വലിയൊരു പാടായിട്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവർക്ക് അവരുടെ കയ്യിലുള്ള മൊബൈൽ വെച്ചിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്യുകയോ ഒക്കെ ചെയ്ത് അവർക്ക് വരാൻ പറ്റും. പിന്നെ താല്പര്യം ഉണ്ടാവുക, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യം ചോദിച്ചാൽ, ഇപ്പം അൾട്ടിമേറ്റ് ലക്ഷ്യം സിനിമയാണെന്ന് പറഞ്ഞല്ലോ, മമ്മൂട്ടിയാണോ മോഹൻലാലാണോ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ? രണ്ടുപേരും ഇഷ്ടമാണ്. ഡിപ്ലോമാറ്റിക് രണ്ടുപേരും ഇഷ്ടമാണ്. രണ്ടുപേരും മനോഹരമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തു വെച്ചേക്കുന്ന ആൾക്കാരല്ലേ. ഓക്കെ, അപ്പം സ്റ്റുഡിയോ വണ്ണോട് സഹകരിച്ചതിനും ഞങ്ങളോട് ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവച്ചതിനും ഇത്രയും ഈ 25 വർഷത്തെ ഒരു ജൈത്രയാത്ര വിത്ത് വരാൻ പോകുന്ന തലമുറയ്ക്കുള്ള ഉപദേശം ഉൾപ്പെടെ തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓഡിയൻസിനോട് എന്താ പറയാൻ? ഇതുവരെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവരും ഇനിയും ഉണ്ടാവുക, നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമൊക്കെ കാണുക, അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അപ്പം അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും മറ്റൊരു അതിഥിയുമായി കാണാം. ഇതുവരേക്കും ബൈ.